പൊക്കണം റഹ്മാനെ. ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ, ഉപ്പമാര്, ഉമ്മമാര്, അയ്യപ്പമാര്, വല്യമ്മമാര്, ആമോഷന്മാര്, സഹോദരന്മാര്, സഹോദരിമാര് പലരും ആടി മണ്ണിലാണ് റബ്ബേ. പഠിച്ചോനെ അവരിലേക്ക് നമ്മുടെ മജ്‌ലിസിന്റെ പരിപൂർണ്ണ സവാബിനെ നീ നൽകണം അല്ലാഹ്. പഠിച്ചോനെ അവരുടെ അവസ്ഥകൾ ഞങ്ങൾക്ക് അറിയൂല അല്ലാഹ്. യാ റബ്ബേ അല്ലാഹ്, ഖബറാകുന്ന ലോകം പടച്ചോനെ അവർക്ക് നീ റാഹത്ത് നൽകണം റഹ്മാനെ. പടച്ചോനെ വല്ല പ്രയാസത്തിലാണ്, അദാബിലാണെങ്കിൽ അദാബിനെ ഉയർത്തി പകരം നീ റാഹത്ത് നൽകണം അല്ലാഹ്. നീ സന്തോഷം നൽകണം റഹ്മാനെ. പടച്ചോനെ നമ്മുടെ മജ്‌ലിസിന്റെ പരിപൂർണ്ണ സവാബിനെ ഞങ്ങളുടെ നേതാവ് തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഈ നിമിഷം തന്നെ നീ കാണിച്ചു കൊടുക്കണം അല്ലാഹ്. മഹാന്മാരായ ബദരീങ്ങളുടെ ഹദറത്തിലേക്ക് നീ കാണിക്കണം റഹ്മാനെ. അവിടുത്തെ തൃപ്തിയും പൊരുത്തവും നെസറും കാവലും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നൽകണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആളുകൾ പഠിച്ചോനെ പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് നല്ലൊരു ഹദിയ തന്നത് എൻജിനിയർ മുനീർക്കയുടെ ഉമ്മയുടെ പേരിലാണ്. പഠിച്ചോനെ ആ ഉമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. ആ ഉമ്മക്ക് സ്വർഗ്ഗം നൽകണം അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ ആളുകൾക്കൊക്കെ നീ സ്വർഗ്ഗം നൽകണം അല്ലാഹ്. അതുപോലെ വേറൊരു സഹോദരൻ, 2 പെൺമക്കളാണ്, ഒരു കുഞ്ഞ്, ഒരു ആൺകുട്ടിയാണെന്ന് പ്രത്യേകം ഉദ്ദേശിച്ച് ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. പഠിച്ചോനെ നേരത്തെ ബഷീർ മാഷ് പറഞ്ഞ സഹോദരനടക്കം പഠിച്ചോനെ ആൺമക്കളില്ലാത്തവർക്ക് നീ ആൺമക്കളെ നൽകണം അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് നീ പെൺമക്കളെ നൽകണം റഹ്മാനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പഠിച്ചവർക്ക് നീ മക്കളെ നൽകണം അല്ലാഹ്. പഠിച്ചോനെ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നീയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പഠിച്ചോനെ എല്ലാവർക്കും, എല്ലാ ഗർഭിണികൾക്കും നീ സുഖപ്രസവം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. ഒരു സഹോദരന്റെ പെങ്ങൾക്ക് ക്യാൻസർ ബാധിച്ച് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. പഠിച്ചോനെ ഉമ്മക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ അസുഖങ്ങളുള്ളവരുണ്ട്, ചെറിയ അസുഖങ്ങളുള്ളവരുണ്ട്, നിത്യ അസുഖങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയവരുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. ഷാഫിയായ കാഫിയായ നീ ശിഫ നൽകണം അല്ലാഹ്. പഠിച്ചോനെ വലിയ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ശരീരഭാഗം വേദന കൊണ്ട് പുളയുന്ന അസുഖം ഞങ്ങൾക്കാർക്കും നൽകല്ല അല്ലാഹ്. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അന്നും ജോലിക്ക് പോയി അന്നു കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബത്തെ പോറ്റുന്നവരാണ്. ഞങ്ങളെ കിടപ്പിലാക്കി ഞങ്ങളെ കുടുംബത്തെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ കിടപ്പിലാക്കി ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ കിടപ്പിലാക്കി നീ വലിയ പരീക്ഷണം നൽകല്ല അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് ഞങ്ങളെ മക്കളെ നീ അനാഥരാക്കല്ല അല്ലാഹ്. ഞങ്ങളെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് ഞങ്ങളെ കുടുംബത്തെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കൾക്ക് നല്ല ഭാവി നൽകണം റഹ്മാനെ. നല്ല മെമ്പര് നൽകണം അല്ലാഹ്. അവരുടെ പഠനത്തിലൊക്കെ നല്ല പുരോഗതി നൽകണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒരുപാട് മക്കളും അവർക്ക് നല്ല ഉയർച്ച നൽകണം അല്ലാഹ്. നല്ല വിജയം നൽകണം റഹ്മാനെ. പക്ഷേ ഞങ്ങളുടെ മക്കളെ നീ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണം റഹ്മാനെ. ദീനിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളൊരു മക്കളെ നീ പാടാക്കി കളയല്ല റഹ്മാനെ. ഉത്തരവാദത്തിൽ പെടുത്തിക്കളയല്ല അല്ലാഹ്. ഫിത്നയിലും ഫസാദിലും പെടുത്തിക്കളയല്ല അല്ലാഹ്. ലഹരിയിൽ പെടുത്തിക്കളയല്ല അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ടും ഞങ്ങൾക്ക് നീ കുളിർമ നൽകണം റഹ്മാനെ. പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് ഉയർത്തണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന ആരൊക്കെയുണ്ടോ അവർ എവിടെയിരുന്നാലും പടച്ചറപ്പേ അവർക്ക് വലിയ ഖൈർ നൽകണം അല്ലാഹ്. വലിയ ഫത്ഹ നൽകണം റഹ്മാനെ. യാ റബ്ബേ അല്ലാഹ്, ഈ സ്ഥാപനത്തിന്റെ തുടക്കകാലം മുതൽ ഇന്നേ വരെ പരിശ്രമിക്കുന്ന, ഇതിനു വേണ്ടി പണിയെടുക്കുന്ന, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിൽ നിന്നും പലരും മരണപ്പെട്ടു പോയി. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്.
ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, നേതൃത്വങ്ങൾ, കാരണവന്മാർ, അവർക്കെല്ലാവർക്കും വലിയ ഹൈർ നൽകണം റഹ്മാനെ. എല്ലാവർക്കും വിജയം നൽകണം അല്ലാഹ്. നിന്റെ പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്ക് അർശിന്റെ തണലിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർശിന്റെ തണൽ അവർക്കും ഞങ്ങൾക്കും നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാർ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഭർത്താവിന്റെ വീടിനെയും മക്കളെയും നോക്കി അത് പരിപാലിച്ച് ജീവിക്കുന്ന അവർക്ക് വലിയ ഹൈർ നൽകണം അല്ലാഹ്. വലിയ പ്രതിഫലം നൽകണം റഹ്മാനെ. സ്ഥിരമായിട്ട് മഹ്മറത്തിൽ ബദരിയിൽ വരുന്ന ഉമ്മമാരുണ്ട്, ഖുർആന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്ന, സ്ഥിരമായി പങ്കെടുക്കുന്നവർ അല്ലാത്തവർ എല്ലാവർക്കും നീ വലിയ ഖൈർ നൽകണം റഹ്മാനെ. പഠിക്കുന്നവർക്ക് സിഹത്തും ആഫിയത്തും ഏറ്റിയേറ്റി നൽകണം അല്ലാഹ്. പഠിച്ചവർക്ക് ഒരുപാട് കാലം ദീൻ പഠിക്കാനും അറിവുകൾ സമ്പാദിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. ഞങ്ങളുടെ അമലുകളൊക്കെ നീ ഇഖ്ലാസ് തരണം അല്ലാഹ്. നിസ്കാരത്തിൽ ഞങ്ങൾക്ക് ഖുശൂ തരണം റഹ്മാനെ. ചെയ്യുന്ന അമലുകളിലൊക്കെ നീ ഇഖ്ലാസ് തരണം അല്ലാഹ്. ഖൽബ് നീ നന്നാക്കി തരണം റഹ്മാനെ. ദുഷിച്ച ചിന്തകളെ തൊട്ട് കാക്കണം അല്ലാഹ്. സലീമായ സർവ്വ ഹസദ്, റിയ തുടങ്ങിയ ഖൽബിയാസങ്ങളെ തൊട്ടും സംരക്ഷണമുള്ള നല്ല ഹൃദയം നൽകണം റഹ്മാനെ. എല്ലാവരെയും നീ സ്വഭാവികളാക്കണം റഹ്മാനെ. ദൈവത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. സൗഹൃദത്തിനെ തൊട്ട് കാക്കണം റഹ്മാനെ. നിന്റെ ത്വഅത്തിലെ ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മഹ്ദറത്തുൽ ബദരിയിലേക്ക് ഭക്ഷണത്തിലേക്കൊക്കെ സഹായിച്ച സംഭാവന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബിസിനസ്സിലും ജോലിയിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. 50 രൂപ തന്നാൽ അതിന്റെ ഇരട്ടി 100 രൂപ തിരിച്ചു നൽകുന്നവനാണ് നീ. അവരുടെ സമ്പത്തിലൊക്കെ വലിയ വർധനവ് നൽകണം റഹ്മാനെ. വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ നൽകണം റഹ്മാനെ. ഇബ്ലീസിനെ ശൈത്താനിനെ ആട്ടിയോടിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നല്ല രൂപത്തിലുള്ള മരണം തന്നെ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ജീവിതമൊക്കെ നന്നായി, പക്ഷേ ആ അവസാനം നഷ്ടമായാൽ, മൗത്തിന്റെ സമയം മോശത്തരത്തിലായാൽ പിന്നെ ഞങ്ങളുടെ ആഖിറം പരാജയപ്പെട്ടു. ആഖിറ ജീവിതത്തിന്റെ ആദ്യപടിയാണല്ലോ മരണം. ആ മരണം മുതൽ ജന്നത്ത് വരെയുള്ള ഞങ്ങളുടെ പാതകളൊക്കെ നീ നന്നാക്കി തരണം അല്ലാഹ്. അത് കുറിച്ച് ഞങ്ങളെ നീ പരാജിതപ്പെടുത്തല്ല റഹ്മാനെ. കത്തിയാളുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ഞങ്ങളെ നീ നരകത്തിന്റെ വിറകളാക്കല്ല റഹ്മാനെ. നരകത്തിന്റെ വിറകളാക്കല്ല അല്ലാഹ്. നിന്നെ കുറിച്ച് ആലോചിച്ച് കരയുന്ന നല്ല കണ്ണുകൾ നൽകണം അല്ലാഹ്. നിന്നെ കുറിച്ച് പേടിക്കുന്ന നല്ല ഖൽബ് തരണം അല്ലാഹ്. പലപ്പോഴും എത്ര കണ്ടാലും കേട്ടാലും ഒരു ഖുശൂഇല്ലാത്ത ചത്ത കൽബുകളെ പോലെ ആയിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം. പഠിച്ചവരെ ഞങ്ങളെ ഖൽബിനൊന്ന് നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തൊന്ന് വൃത്തിയാക്കി തരണം അല്ലാഹ്. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. يا رب يا الله. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണം റഹ്മാനെ. റോഡുകളിൽ ചതഞ്ഞരയേണ്ട ഒരവസ്ഥ നൽകല്ല അല്ലാഹ്. ഈ സമയത്ത് ഒരു മർക്കസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന വാർത്ത ലഭിച്ചു. പഠിച്ചവനെ ആ സഹോദരനിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. ചെറിയ പ്രായമാണ്. ഒരുപാട് നന്മകളൊന്നും ചെയ്യാൻ തൗഫീഖ് കിട്ടാത്തൊരു പ്രായം. പഠിച്ചവനെ ആ കുട്ടിക്ക്, ആ സഹോദരനിക്ക്, ആ കൂട്ടുകാരനിക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. ഈ ഒരു അഖിൽ വന്ന മുതൽ, പ്രായപൂർത്തിയായ മുതൽ വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة.